നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സജ്മാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ഖണ്ഡം ബ്രഹ്മത്തിന്റെ 4 ഭാഗങ്ങളെക്കുറിച്ച് സത്യകാമന് നൽകിയ ശിക്ഷണം. സത്യകാമോഹ ജബാലോ ജബാലാം മാതരാമാമന്ത്രയാചകേ ബ്രഹ്മചര്യം ഭവതി വിവസ്യാമി കിം ഗോത്രാഹം അസ്മിതി. ഒരിക്കൽ സത്യകാമ ജബാല തന്റെ അമ്മ ജബാലയോട് ചോദിച്ചു, അമ്മേ, ഞാൻ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ വിദ്യാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിലെ അംഗമാണ്? 2-ാമത്തെ ശ്ലോകം. സഹൈനം വാച നാഹമേതദ്വേദ താത യദ്ഗോത്രസ്ത്വമസി ബഹ്വഹം ചരന്തി പരിചാരിണി യൗവനേ ത്വാമലഭേ വേദ യദ്ഗോത്രസ്ത്വമസി ജബാലാതു നാമഹമസ്മി സത്യകാമോ താത ത്വമസി സ സത്യകാമ ഏവ ജാബാലോ ഭ്രുവീധ ഇതി. അവൾ അവനോട് പറഞ്ഞു, എനിക്കത് അറിയില്ല മകനെ, നീ ഏത് കുടുംബത്തിലെ ആണെന്ന്. കാരണം എൻ്റെ യൗവനാവസ്ഥയിൽ ഞാൻ ഒരു വേലക്കാരിയായി സേവിച്ചു. നീ ഉണ്ടായി, അതുകൊണ്ട് അത് ഏത് കുടുംബത്തിലെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേര് ജബാല എന്നാണ്, നിന്റെ പേര് സത്യകാമ എന്നാണ്. അതുകൊണ്ട് സ്വയം നിനക്ക് സത്യകാമ ജബാല എന്ന് വിളിക്കാം. 3-ാമത്തെ ശ്ലോകം. സഹ ഹാരിദ്രുമതം ഗൗതമമേത്യോവാച ബ്രഹ്മചര്യം ഭഗവതി വത്സ്യാമ്യുപേയാം ഭഗവന്തമിതി. അവൻ ഹാരിദ്രുമത ഗൗതമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ പരിശുദ്ധ ജ്ഞാനത്തിന്റെ വിദ്യാർത്ഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ശിഷ്യനാകാം ഗുരു. 4-ാമത്തെ ശ്ലോകം. തം ഹോവാച ഗിം ഗോത്രേതു സൗമ്യാസീതി സ ഹോവാച നാഹമേതദ്വേദ ഭോ യദ്ഗോത്രാഹം അസ്യാം അപൃച്ഛം മാതരം സാ മാ പ്രത്യബ്രവീദ്വ അഹം ചരന്തി പരിചാരിണി യൗവനേ ത്വാമലഭേ സാഹമേതന്ന വേദ യദ്ഗോത്രസ്ത്വമസി ജബാലാതു നാമഹമസ്മി സത്യകാമോ നാമ ത്വമസീതി
സോഹം സത്യകാമോ ജപാലോസ്മി മേ ഇതി ഭോ ഇതി. അദ്ദേഹം അവനോട് ചോദിച്ചു, നീ ഏത് കുടുംബത്തിലെയാണ് മകനെ? അപ്പോൾ അവൻ പറഞ്ഞു, അതെനിക്കറിയില്ല ഗുരു, ഞാൻ ഏത് കുടുംബത്തിലെയാണെന്ന് അറിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു. അവർ പറഞ്ഞു, എൻ്റെ യൗവനത്തിൽ ഞാൻ വേലക്കാരിയായി സേവനം അനുഷ്ഠിച്ചു. നീ ഉണ്ടായി, അതുകൊണ്ട് നീ ഏത് കുടുംബത്തിലെയാണ് എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ പേര് ജപാല എന്നാണ്, നിന്റെ പേര് സത്യകാമ എന്നാണ്, അതുകൊണ്ട് ഞാൻ സത്യകാമ ജപാലയാണ്. അപ്പൊ 5-ാമത്തെ ശ്ലോകം. തം ഹോവാച നൈതദ ബ്രാഹ്മണോ വിവക്തുമർഹതി സമിധം സൗമ്യാഹരോപ ത്വാനേപ്യ സത്യാദഗാ ഇതി തമുപനീയ കൃശനമാബലാനാം ചതുഃശതാ ഗാ നിരാകൃത്യോ വാചേമാഹ സൗമ്യാനുസ്രവജതി താ അഭിപ്രസ്ഥാവപന്നു വാച നാസഹസ്രേണാവർത്തപതി സ ഹ വർഷഗണം പ്രോവാസ താ യഥാ സഹസ്രം സംപേതു. അവനോട് അദ്ദേഹം പറഞ്ഞു, ഒരു അബ്രാഹ്മണന് ഈ രീതിയിൽ പറയാനാവില്ല. അഗ്നി കൊണ്ട് വരൂ മകനെ, ഞാൻ നിന്നെ ശിഷ്യനായി സ്വീകരിക്കാം. നീ സത്യത്തിൽ നിന്നും വ്യതിചരിച്ചിട്ടില്ല. അവനെ ശിഷ്യനായി സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം 400 ബലഹീനരായ പശുക്കളെ വേർതിരിച്ച് പറഞ്ഞു, ഇവയെ പിന്തുടരൂ. അവരെ തെളിക്കുന്ന സമയം അവൻ പറഞ്ഞു, ഞാൻ 1000 ആക്കാതെ തിരിച്ചു വരില്ല. അങ്ങനെ അവൻ കുറെ വർഷം ജീവിച്ചു. അവൻ വന്നപ്പോൾ 1000 തീർന്നു. അപ്പൊ ഇവിടെ ഛാന്തോക്യ ഉപനിഷത്തില് ഒരു ശിഷ്യന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഗുരുവെ സമീപിക്കുമ്പോൾ സത്യസന്ധമായിരിക്കണം. ഇവിടെ ജപാല സത്യകാമയുടെ അമ്മയാണ്. സത്യകാമൻ അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ ആരുടെ മകനാണ്, എൻ്റെ കുടുംബം എന്താണ്? അപ്പോൾ ജപാല പറയാണ്, ഞാൻ പല വീടുകളിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. നീ ഉണ്ടായി, ആരുടെ കുട്ടിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ നിന്റെ അമ്മയാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നിന്റെ പേര് സത്യകാമ ജപാല ആണ് എന്ന് നീ മനസ്സിലാക്കും. ഇത് സത്യകാമൻ ഗൗതമ മുനിയോട് പറയുന്നു. ഗൗതമ മുനി ചോദിക്കുകയാണ്, നിന്റെ കുടുംബം ഏതാണ്? അമ്മ പറഞ്ഞത് അതേപോലെ ഒരു ഡൈല്യൂഷനും ഇല്ലാതെ പറയാണ്. ഗൗതമ മുനി പറയുന്നത്, നീ ബ്രാഹ്മണനാണ്. ഒരിക്കലും ഒരു അബ്രാഹ്മണൻ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അബ്രാഹ്മണൻ എന്നുള്ള പദം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ശൂദ്രൻ, അബ്രാഹ്മണൻ. ആരാണ് അബ്രാഹ്മണൻ? കളവ് പറയുന്നവൻ, അസത്യം പറയുന്നവൻ. നമ്മൾ സത്യം സത്യസന്ധരാണെങ്കിൽ, സത്യം പറയില്ല, സത്യസന്ധരാണെങ്കിൽ, എനിക്കറിയാവുന്നത് സത്യസന്ധമായി പറയാൻ വേണ്ടി ഞാൻ ബ്രാഹ്മണനാണ്, എങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ ഇനീഷ്യേഷൻ സാധിക്കൂ. അപ്പൊ നമ്മുടെ മാസ്റ്റർ അടുത്ത് എത്തുമ്പോൾ, ഇൻട്രൊഡക്ടറി സിറ്റിംഗ്സിൽ ഹാർട്ട്ഫുൾനെസ് എത്തുമ്പോൾ സത്യസന്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ മാസ്റ്റർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ. അതാണ് ആദ്യം മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് വേണം, വേറെ ഒരു ഉദ്ദേശമില്ല. എൻ്റെ കണ്ടീഷനിൽ സത്യസന്ധമായിരിക്കണം. ഞാൻ വലിയ വിവരമുള്ള ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാസ്റ്റർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പുരോഗമിക്കാൻ സാധിക്കില്ല, കാരണം ശുദ്ധീകരണം സാധിക്കില്ല. നമ്മൾ ആദ്യം തന്നെ ബ്ലോക്ക് സൃഷ്ടിക്കാൻ. അപ്പൊ ട്രൂത്ത്ഫുൾനെസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ കുടുംബ പാരമ്പര്യവും ഗോത്രവും അസ്ട്രോളജിയും ഇതിലൊന്നും ഒരു കാര്യമില്ല. സ്പിരിച്വൽ പ്രോഗ്രസ് ഇവയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല എന്നുള്ളത് ഈ കഥയിലൂടെ ഛാന്തോക്യ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരണം. നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കും. അർജുനൻ ട്രൂത്ത്ഫുൾ ആയപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. എനിക്ക് അറിയില്ല, അങ്ങ് പറഞ്ഞു തരുന്നു. അതുവരെ പറഞ്ഞില്ല, അങ്ങനെ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് സമർപ്പിച്ചപ്പോൾ ഭഗവത്ഗീത ഭഗവാൻ നൽകി. അപ്പൊ ട്രൂത്ത്ഫുൾനെസ്സിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നു. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഗുരുവിനെ സമീപിക്കും. ഗുരു നൽകുന്നത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അതാണ് ഇവിടെ ആദ്യം നൽകിയ 400 ചാവാലി പശുക്കളെ അതിനെ ഈ സത്യകാമൻ കൊണ്ടുപോയിട്ട് അതിനെ പോഷിപ്പിച്ചിട്ട് 1000 തിരിച്ചുകൊണ്ടുവന്നതാണ്. അത് നമുക്ക് മാസ്റ്റർ തരുന്നതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, സ്നേഹം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ സ്വീകരിക്കുക, ഗുരുനാഥൻ തരുന്ന ആ കാര്യങ്ങൾ എന്താണെങ്കിലും കംപ്ലൈന്റ് ഇല്ലാണ്ട് സ്വീകരിക്കുക. ബാബുജി മഹാരാജിന്റെ അടുത്ത് അഭ്യാസികൾ പോകുമ്പോൾ ചിലർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ഇവിടെ സൗകര്യം ഇല്ല, ഇവിടെ ഭക്ഷണം ശരിയല്ല. ബാബുജി മഹാരാജ് ഇത് അറിഞ്ഞിട്ട് പറയാറ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഹാരം തരുന്നു, നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്, മറ്റേ നിങ്ങൾ ആഡ് ചെയ്യണം.
അപ്പൊ മെറ്റീരിയൽ ലെവൽ നമ്മൾ ആഡ് ചെയ്യണം. മെറ്റീരിയൽ ആയിട്ടുള്ള പുരോഗതിയല്ല, ആ പുരോഗതിയിൽ നമ്മൾ സ്നേഹം നിറയ്ക്കണം. ആ സ്നേഹം നിറയ്ക്കുമ്പോൾ നമ്മൾ ഗുരുവിന്റെ ശരിക്കുള്ള ഡിസൈപ്പിളായിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയാണ്. നമ്മളിപ്പോ ജാതിയും മതവും വംശവും ഗോത്രവും എല്ലാം പറഞ്ഞു നടക്കുന്ന ഈ കാലത്ത് ഞാൻ ബ്രാഹ്മണ കുലത്തിലാണ്, ഞാൻ ആ കുലത്തിലാണ്, ഈ കുലത്തിലാണ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും സ്പിരിച്വൽ ലെവലിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളിപ്പോ ഈ സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു, അത് നമ്മുടെ സംസ്കാരങ്ങളാണ്. ഭരത രാജാവ് മുനിയായി, പിന്നെ മാനായി, പിന്നെ ജഡഭരതനായി. ഓരോ ലൈഫിൽ ഓരോന്ന് ഭഗവാൻ അവതാരങ്ങളിലൂടെ കാണിച്ചത് ഏത് കുലത്തിലും ജനിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ വംശത്തിലായിരുന്നില്ല, ഭഗവാൻ ശ്രീരാം ബ്രാഹ്മണ വംശത്തിലായിരുന്നില്ല, മത്സ്യം പൂർവം ഇതൊന്നും ബ്രാഹ്മണ വംശമല്ല. അപ്പോ സ്പിരിച്വൽ പ്രോഗ്രസ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതില് ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നതിനെ നമ്മൾ ആശ്രയിക്കരുത്. ഗുരുനാഥൻ ഏത് ജാതിയാണ്, ഏത് മതമാണെന്നൊക്കെ ചോദിക്കുക. പലപ്പോഴും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഉന്നത കുലജാതനാണ്, ഞാൻ എങ്ങനെയാണ് ഈ ഗുരുവിന്റെ അടുത്ത്, ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ്, വളരെ അറിവുള്ള, ഞാൻ എങ്ങനെയാണ് ഈ ഗുരുവിനെ സ്വീകരിക്കുക? എൻ്റെ ഉള്ളിലുള്ള ആ ഇഗ്നോറൻസിനെ ഞാൻ തിരിച്ചറിയണം, എൻ്റെ ശരിയായിട്ട് സത്യാവസ്ഥ. അത് മാത്രമല്ല, സയൻസിൽ പറയും അമ്മയാണ് സത്യം, അച്ഛനൊരു കോൺസെപ്റ്റ് ആണെന്ന്. അമ്മ പറയുന്ന ആളാണ് അച്ഛൻ. അപ്പൊ നമ്മള് അതേക്കുറിച്ചിട്ട് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യം. ഞാൻ ഏത് ജന്മമാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? സഹജമാർഗത്തിൽ ലാലാജി മഹാരാജ് പറയും, യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ, ബട്ട് യുവർ എൻഡ് ഷുഡ് ബി ലൈക്ക് ഹിം. നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല, അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആയിത്തീരണം, നമ്മുടെ ഫൈനൽ വേർഷൻ ആയിട്ട് തീരണം. അതിലേക്കുള്ള യാത്രയിലാണോ നമ്മൾ എന്നുള്ളത് ഇൻട്രോസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ സത്യകാമ ജപാലയുടെ കഥ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.